ഹലോ ഫ്രണ്ട്സ്, ഇന്നൊരു ഇംഗ്ലീഷ് ക്ലാസ് ആണ്. അപ്പോൾ നമ്മൾ ഇംഗ്ലീഷിൽ ഏറ്റവും അത്യാവശ്യമായിട്ട് അറിയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ടെൻസുകളെ പറ്റിയാണ്. അപ്പോൾ നമുക്കിന്ന് സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലൂടെ തുടങ്ങാം. സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് എപ്പോഴും യൂസ് ചെയ്യേണ്ടത് ഡെയിലി റുട്ടീൻസ്, ഫാക്റ്റ്, റെഗുലർ ആക്ഷൻസ്, അങ്ങനെ റെഗുലറായ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ പറയുമ്പോഴാണ് സിമ്പിളായ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ എപ്പോഴും സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ അതിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്ന് വെച്ചാൽ സബ്ജക്റ്റ് പ്ലസ് ബേസ് വെർബ്. അപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഷീ ഡ്രിങ്ക്സ് കോഫി. ഷീ സബ്ജക്റ്റ് വന്നു, പിന്നെ ഡ്രിങ്ക്സ് അത് ബേസ് വെർബിൻ്റെ ബേസ് ഫോമാണ്. അപ്പോൾ അതുകൊണ്ട് അത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ യൂസ് ചെയ്യണം. പിന്നെ അടുത്തൊരു എക്സാമ്പിൾ, ദേ വർക്ക് ഇൻ എ കഫേ. അതേ സബ്ജക്റ്റ് വന്നു, വർക്ക് എന്നുള്ളത് വെർബിൻ്റെ ബേസ് ഫോമാണ്. അപ്പോൾ നമ്മൾ ദേ വർക്ക് ഇൻ എ കഫേ എന്ന് യൂസ് ചെയ്തു. പിന്നെ വേറൊരു എക്സാമ്പിൾ, ദ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ്. ഇതെല്ലാം റെഗുലറായിട്ട് നടക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതിലെപ്പോഴും സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് യൂസ് ചെയ്യുക. ദ സൺ സബ്ജക്റ്റ് വരും, പിന്നെ വെർബിൻ്റെ ബേസ് ഫോമാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ എപ്പോഴും സ്ഥിരമായി നടക്കുന്ന കാര്യങ്ങൾക്ക് നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് യൂസ് ചെയ്യും. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ഇനി ടെൻസിൻ്റെ അടുത്ത ഓരോ ടെൻസുകളായിട്ട് ഓരോ ദിവസം ക്ലാസ് എടുക്കുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.